സോളാർ കമ്മീഷനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സിഡി പിടിച്ചെടുക്കാനായി ബിജുവിനെ കൊണ്ടുപോയത് നിയമപരമായല്ല. ബിജുവിനെ കൊണ്ടുപോയത് സെഷൻസ് കോടതിയുടെ അനുമതിയില്ലാതെ. കമ്മീഷൻ നടപടി ന്യായീകരിക്കാനാവാത്തതെന്നും കോടതി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, വിവരങ്ങൾ. അനന്ത്, മറ്റൊരു കേസ് പരിഗണിക്കവെയാണ് ജസ്റ്റിസ് കമാൽ പാഷ ഇത്തരത്തിൽ വാക്കാൽ പരാമർശങ്ങൾ നടത്തിയത്. അതായത് ബിജുവിന്റെ സിഡി പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ബിജുവിന്റെ കോയമ്പത്തൂർ യാത്രയിലെ നടപടിക്രമങ്ങൾ, അത് സോളാർ കമ്മീഷൻ സ്വീകരിച്ച നടപടികളെ കോടതി വിമർശിക്കുകയായിരുന്നു. സിഡി പിടിച്ചെടുക്കാനായി ബിജുവിനെ കൊണ്ടുപോയത് നിയമപരമല്ല എന്നൊരു പരാമർശമാണ് കമാൽ പാഷയുടെ ഭാഗത്തുനിന്നുണ്ടായത്. മാത്രമല്ല, ഇതിന് സെഷൻസ് കോടതിയുടെ അനുമതിയും വാങ്ങിയിരുന്നില്ല. നമുക്കറിയാം, ബിജു മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരു പ്രതിയാണ്. ആ സാഹചര്യത്തിൽ ആ സെഷൻസ് കോടതിയുടെ മുൻകൂർ അനുമതി ഇക്കാര്യത്തിൽ തേടേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് കമാൽ പാഷയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് ഈ സോളാർ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികളെ വിമർശിക്കുന്നു എന്നതിനപ്പുറം ഇക്കാര്യത്തിൽ കമ്മീഷൻ സ്വീകരിച്ച നടപടിക്രമങ്ങളിലെ പാളിച്ചകളും മറ്റുമാണ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടിയത് എന്ന് പറയാം. അനന്ത്, സാലി, ഒപ്പം തന്നെ കമ്മീഷനെതിരെ മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം കമ്മീഷൻ തന്നെ പറയുകയുണ്ടായി മാധ്യമങ്ങൾക്കെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങൾ പലതും. അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് കമാൽ പാഷ കടന്നു? അനന്ത, അത്തരം ഒരു പരാമർശവും നടത്തിയില്ല. മറ്റൊരു പരാമർശം ഇതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി നടത്തിയ വിശദീകരണത്തിൽ പാളിച്ചയില്ല എന്നൊരു പരാമർശവും കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കാരണം അത് പോലീസിന്റെ ഭാഗം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗം പറയുക മാത്രമാണ് ആഭ്യന്തരമന്ത്രി ചെയ്തത് എന്നും കമാൽ പാഷ പറഞ്ഞു. ഏതായാലും ഇതൊരു വലിയ വിമർശനം എന്നതിനേക്കാൾ ഉപരി സോളാർ കമ്മീഷൻ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടികളിൽ ആ നടപടിക്രമങ്ങളിലെ പാളിച്ച് ചൂണ്ടിക്കാട്ടുകയാണ് പ്രധാനമായും ജസ്റ്റിസ് ചെയ്തിരിക്കുന്നത്. സോളാർ കമ്മീഷനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സിഡി പിടിച്ചെടുക്കാൻ ബിജു രാധാകൃഷ്ണനെ കൊണ്ടുപോയത് നിയമപരമായല്ല എന്ന് ഹൈക്കോടതി